അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാ മാസത്തിലും ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുന്നത്. നിരന്തരം ധാരാളം ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാസ്സാണ് മാസത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശ്രോതാവാകാൻ, നല്ല രീതിയിൽ പറയാൻ, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. പ്രവാചക ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈമാനികമായ വളർച്ചയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശാലമായി നമ്മൾ പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വളരെ സുന്ദരമാണ്. എത്ര തന്നെ കേട്ടാലും കൊതിതീരാത്ത, ആവർത്തനങ്ങൾ വിരസത അനുഭവിക്കാത്ത ചരിത്രങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. പ്രവാചക തിരുമേനിയുടെ ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാളും അവൻ ആദ്യം പഠിക്കേണ്ടത്, അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുമ്പ് എന്തായിരുന്നു പ്രവാചകൻ ജനിച്ച നാടിൻ്റെ അവസ്ഥ, ആ നാട് എങ്ങനെയുള്ള നാടായിരുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ദൗത്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, ജാഹിലിയത്ത് എന്താണ് എന്നറിയണം, അപ്പോഴാണ് ഇസ്ലാമിൻ്റെ വില മനസ്സിലാക്കുക. ജാഹിലിയത്ത് അറിയാത്ത ഒരാൾക്ക് ഇസ്ലാമിൻ്റെ വില മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നതിൻ്റെ മുൻപ്, നബി ജനിക്കുന്നതിൻ്റെ മുൻപ്, അല്ലെങ്കിൽ ജനിച്ച ഉടനെ എന്തായിരുന്നു മക്കയുടെ അവസ്ഥ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ആ കാലഘട്ടം, അല്ലെങ്കിൽ പ്രവാചകൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടം, ചരിത്രകാരന്മാർ അതിനെ ഇരുണ്ട യുഗം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. സാധാരണ പറയും 3 ഡബ്ല്യുകൾക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരായിരുന്നു എന്ന്. വാറിനു വേണ്ടി, വുമണിനു വേണ്ടി, വൈനിനു വേണ്ടി. കള്ളു കുടിക്കാനും യുദ്ധം ചെയ്യാനും പെണ്ണ് പിടിക്കാനും വേണ്ടി ജീവിച്ചിരുന്ന
ആളുകളുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞത് തന്നെ വഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ. ആ ആളുകൾ പറഞ്ഞിരുന്ന വാചകമാണത്. വഖാലു, അവർ പറയുമെന്നാണ്, ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ യാതൊന്നുമില്ല, ഈ ലോകത്തുള്ള ജീവിതമല്ലാതെ വേറൊന്നും വരാനില്ല. വമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമൊന്നുമില്ല. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അത് ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇവിടെ വിധികളും വിലക്കുകളും അതിൻ്റെ ഒന്നും ആവശ്യമല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആ ആളുകൾ. മനസ്സിലായില്ല? അങ്ങനെയുള്ള ഐഹികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന, എന്തൊക്കെ സുഖങ്ങളുണ്ടോ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, എന്തൊക്കെ തിന്മകളുണ്ടോ, അതൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുള്ള കാലഘട്ടം. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന രംഗത്തെ വിശദീകരിക്കുന്നുണ്ട്. ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതിൽ അവസാനത്തെ വാചകം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിരക്ഷരനായി, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു അവസാനിപ്പിക്കുന്ന വാചകം എന്തറിയോ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ ആളുകൾ എങ്ങനെയുള്ള ആളുകൾ? വ്യക്തമായ വഴികേടിലായിരുന്നു. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിക്കൊണ്ട് കടന്നു വരുന്നത്. എല്ലാ തിന്മകളും സാധാരണ സ്വഭാവമായിരുന്ന ഒരു കാലഘട്ടം. മഹാന്മാരായ ആളുകൾ തഫ്സീറുകളിൽ പറഞ്ഞു, ലഫീ ളലാലിൻ മുബീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐ ഫീ ദഹാബി അനിൽ ഹഖ്, ഹക്കിൽ നിന്ന് ഒരുപാട് വിദൂരത്തായിരുന്നു ആളുകൾ. എന്താ ഹക്ക്? എന്താ? ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുണ്ട്, അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ബഹുദൂരം പിഴച്ചുപോയ ആ ആശയങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞ ആളുകൾ, പ്രവാചകന്മാരുടെ കൽപ്പനകൾ നിരാകരിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ, അങ്ങനെയുള്ള ആളുകളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ. എന്നിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന വിശേഷണത്തിലൂടെ അള്ളാഹു പറഞ്ഞ എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന, എല്ലാ തോന്നിവാസകളും ഉണ്ടായിരുന്ന ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി കൊടുത്തു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹയ്യായ, മനുഷ്യർക്ക് മാർഗദർശനമായ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കൊടുത്തു. എന്ത് സംഭവിച്ചു? എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ആളുകൾ തിന്മകൾ ഒഴിവാക്കി, അല്ലേ? അവർ നന്മകൾ ചെയ്യാൻ തുടങ്ങി, അവർ സുഹൃതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അവരെക്കുറിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഉത്തമ സമുദായം. അവരേറ്റവും ഉന്നതരായ ആളുകൾ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടു. ആ ഒരവസ്ഥയിലേക്ക് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണരായ നല്ല മനുഷ്യന്മാരായി മാറാൻ അവർക്ക് പറ്റി. നബിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ എന്തിനാ ഇത് മനസ്സിലാക്കണമെന്നറിയോ? വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ജീവിതത്തെ ഖുർആൻ കൊണ്ട് എഡിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഖുർആൻ കൊണ്ട് എഡിറ്റ് ചെയ്തു. സാറിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് ആവശ്യമുള്ളതൊക്കെ ശരിയാക്കി അതിനൊരു നല്ല രൂപത്തിലാക്കുക. ആ മനുഷ്യന്മാരുടെ അടുക്കലുണ്ടായിരുന്ന എല്ലാ തിന്മകളും ഒഴിവാക്കാൻ, നന്മകൾ കൂടുതൽ ചെയ്യാൻ, നന്മകളിൽ ജീവിക്കാൻ ഖുർആൻ അവരെ സഹായിച്ചു. ഖുർആൻ കൊണ്ട് അവർ അവരുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്ത് അവരാരായി മാറി? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമുദായമായി മാറി, ഏറ്റവും നല്ല മനുഷ്യന്മാരായി മാറി. ഇത് നമുക്കുള്ള പാഠമാണ്. കേവലം ചരിത്രം വായിച്ചു പോകുക എന്നതിനപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുമ്പോൾ
നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ? ഈ ഖുർആൻ കൊണ്ട് ഒരു സമൂഹം ഇവിടെ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഖുർആൻ കൊണ്ട് ഇവിടെ ഒരു സമൂഹം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ ഖുർആനാണ് നമ്മൾ ഓതുന്നത്, അതേ ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്, അതേ ഖുർആനിൻ്റെ ആശയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഖുർആൻ കൊണ്ട് എഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാനും പരിവർത്തനം വരുത്താനും നമുക്ക് കഴിയണം. അതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ വഴികേടിലായിരുന്ന ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്നു. അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചു. മനസ്സിലായില്ല? അപ്പോൾ വ്യക്തമായ വഴികേടിലായിരുന്നു ആ ആളുകൾ, അറബികളായ ആളുകൾ. സാധാരണ അറബികളെ കുറിച്ച് പറയുക, അറബികളെ പണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അൽ അറബുൽ ബാഇദ എന്ന് പറയും, അൽ അറബുൽ ബാഇദ. രണ്ടാമത്തത് അൽ അറബുൽ ആരിബ എന്ന് പറയും, അല്ലെങ്കിൽ കഹ്താനികൾ എന്ന പേരിൽ അൽ അറബുൽ കഹ്താൻ എന്ന പേരിൽ അറിയപ്പെടും. മൂന്നാമത്തത് അറബുൽ മുസ്തഅരിബ എന്ന് പറയും, അദ്നാനികൾ എന്നാണ് അവരെ കുറിച്ച് പറയാം. കഹ്താനികൾ, അദ്നാനികൾ, ബാഇദ, അൽ അറബുൽ ബാഇദ. ഈ അറബുൽ ബാഇദ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അറബുൽ ബാഇദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരാതന കാലഘട്ടത്തിലെ ആളുകളാണ്. അവരുടെ വലിയ ചരിത്രമൊന്നും നമ്മുടെ അടുക്കലില്ല, അവരുടെ ചരിത്രം ഒന്നും നമ്മുടെ അടുക്കലില്ല. ഉദാഹരണത്തിന് ആദ് സമൂഹം, സമൂദ് ഗോത്രം, അതേപോലെ തന്നെ ഇറം ഗോത്രം, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ആളുകളുണ്ട്, പുരാതനമായ ആളുകൾ. അവരെയാണ് അൽ അറബുൽ ബാഇദ എന്ന ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ധാര അൽ അറബുൽ ആരിബ, അതായത് കഹ്താനികളായ ആളുകളാണ്. അവർ യഥാർത്ഥത്തിൽ ഒറിജിനൽ അറബികൾ എന്ന് അവരെ കുറിച്ച് പറയാം. അവർ നല്ല ശുദ്ധമായ അറബി സംസാരിക്കുന്ന ആളുകളാണ്. അവർ യമനിൽ നിന്നും കുടിയേറിയ ആളുകളാണ്. യമനിൽ നിന്ന് മക്കയിലേക്ക് വന്ന് കുടിയേറി താമസിച്ച ആളുകളാണ് കഹ്താനികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. ഇവരെ നമുക്ക് ആവശ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിക്കുമ്പോൾ ഇവരൊക്കെ നമ്മുടെ ഈ ചരിത്രത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. കഹ്താനികൾ, അതേപോലെ തന്നെ അറബുൽ മുസ്തഅരിബ, അൽ അദ്നാനികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പഠനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവരെക്കുറിച്ചാണ്. ഇവർ കുടിയേറിയ അറബികളാണ്. ഇവർ യഥാർത്ഥത്തിൽ മക്കയിലെ ആളുകളല്ല, അവർ കുടിയേറിയ ആളുകളാണ്. അവരെവിടുന്ന വന്നതെന്നറിയോ? അവർ വന്നത് ഊർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. ഈ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഊർ എന്ന് പറയുന്ന പട്ടണം അതെവിടെയാണ്? അത് ഇറാഖിലാണ്. ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത്. ഇബ്രാഹിം നബിയുടെ ഗ്രാമമാണ്, ഇബ്രാഹിം നബി ജനിച്ച നാടാണ് ഊർ പട്ടണം. അപ്പം അവിടെ നിന്ന് കുടിയേറിയ ആളുകളാണ് അദ്നാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അറബികളായ ആളുകൾ. മനസ്സിലായി? അപ്പോൾ മക്കയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ജാഹിലിയത്തിലെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എവിടുന്ന തുടങ്ങുന്നത്? അദ്നാനികളെ കുറിച്ച് പറഞ്ഞാണ്. അദ്നാനികളായ ആളുകൾ അവരെന്ത് ചെയ്തു? അവർ മക്കയിലേക്ക് കുടിയേറി പാർത്ത ആളുകളാണ്. അതാരാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബിയുടെ കുടുംബം, അവരാണ് അദ്നാനികളായ ആളുകൾ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയാണ് അദ്നാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചരിത്രമാണ്, മടുപ്പ് തോന്നാൻ പാടില്ല, ഒരു ചരിത്ര പഠനമാണ്. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലെത്തിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണ്? ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ഖലീലാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ നമുക്കറിയാം. വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഅ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലേ? ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് സ്വീകരിക്കാത്തവൻ വിഡ്ഢിയാണെന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണ് മക്കയിലെത്തിയത്? അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തൗഹീദ് പറഞ്ഞു, അല്ലെ? ആദർശം പ്രഖ്യാപിച്ചു. ആരെങ്കിലും അംഗീകരിച്ചോ? നാടും നാട്ടുകാരും ഭരണാധികാരിയും എല്ലാം എതിരായിരുന്നു. സ്വന്തം ബാപ്പ എതിരായിരുന്നു. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. സ്വന്തം ബാപ്പ പറഞ്ഞ വാചകമാണ്. ഇബ്രാഹിമേ, നീ ഈ പറയുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ഖാല സലാമുൻ അലൈക. ഇബ്രാഹിം പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുമെന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി സ്വന്തം നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്.
ഹിജ്റ പോവുകയാണ് ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക്, ഈജിപ്തിൻ്റെ മണ്ണിലേക്കാണ് അദ്ദേഹം ഭാര്യ സാറയെയും കൂട്ടി യാത്ര പോകുന്നത്. അവർ ഈജിപ്തിലെത്തുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇബ്രാഹിം നബിയും ഭാര്യ സാറയും ഈജിപ്തിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ സാമാന്യം നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്. അന്ന് ആ നാട് ഭരിച്ചിരുന്ന രാജാവ് വളരെ മോശം സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അയാൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, സ്ത്രീകളുമായി സംസർഗമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സ്വഭാവദൂഷ്യമുള്ള മനുഷ്യനാണ്. അപ്പം അയാൾ അറിഞ്ഞു ഇബ്രാഹിം എന്ന് പേരുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീയും, സൗന്ദര്യമുള്ള ഒരു സ്ത്രീയും ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി രാജാവിൻ്റെ കൽപ്പന വന്നു. അങ്ങനെ അവരെ പിടികൂടി, രാജാവിൻ്റെ കിങ്കരന്മാർ അവരെ പിടികൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ആ രാജാവ് ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറയെ പ്രാപിക്കാൻ വേണ്ടി തയ്യാറായ സമയം അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റാതെയായി. അവളെ ഉപദ്രവിക്കാൻ വേണ്ടി, ഇബ്രാഹിം നബിൻ്റെ ഭാര്യ സാറയെ ഉപദ്രവിക്കാൻ വരികയാണ്, പക്ഷെ അദ്ദേഹത്തിന് ചലിക്കാൻ കഴിയുന്നില്ല. സ്വഹീഹായ ഹദീസിൽ നമുക്ക് ആ ചരിത്രം വായിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം സാറയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നീ എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ആ മഹദി അള്ളാഹുവിനോട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്തു എന്നാണ്, പ്രാർത്ഥിച്ചു. അയാളുടെ ശരീരമൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി, പ്രശ്നമൊന്നുമില്ലാതെയായി. അപ്പം അയാൾക്ക് വീണ്ടും ആവേശമായി, അയാൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ മഹദിയെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും അയാൾ നിശ്ചലനാവുകയാണ്. അപ്പം അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മഹദി പ്രാർത്ഥിച്ചു. അയാൾക്ക് പൂർവ്വസ്ഥിതിയിൽ അയാൾ എത്തിച്ചേർന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ അദ്ദേഹം ഈ മഹദിയെ പിടിച്ചുകൊണ്ടുവന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നക്കും ലം തഅതൂനി ബി ഇൻസാനിൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യ സ്ത്രീനെ എന്നല്ല കൊടുന്നത്, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഇന്നമാ അതൈതുമൂനി ബിശൈത്താൻ, നിങ്ങളൊരു പിശാചിനെ പിടിച്ചാണ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടന്നില്ല. അള്ളാഹു അവരെ സംരക്ഷിച്ചു. മഹാനായ പ്രവാചകന്റെ ഭാര്യയാണ്. അള്ളാഹു അവരെ സംരക്ഷിച്ചു. അന്ന് ആ രാജാവ് മഹദിയായ സാറക്കൊരു ഹദിയ നൽകി, ഒരു സമ്മാനം നൽകി. അതാണ് ഹാജറ എന്ന് പറയുന്ന വൃത്തിയെ സമ്മാനമായി കൊണ്ട് സാറക്ക് ലഭിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സാറയുടെ നിർദ്ദേശപ്രകാരം ഹാജറ ബിവി എന്ത് ചെയ്യുന്നുണ്ട്? കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഈജിപ്തിലുണ്ടായ ഒരു സംഭവമാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു വേണത് തുടങ്ങാൻ. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെയാണ് ഇബ്രാഹിം നബിയും കുടുംബവും മക്കയിലെത്തുന്നത്? സ്വന്തം നാട് വിട്ട് ഫലസ്തീനിൽ വന്നു. ആ ഫലസ്തീനിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി എന്ത് ചെയ്യാണ്? ഭാര്യ ഹാജറയെയും മകനെയും പരിശുദ്ധമായ മക്കയിൽ കൊണ്ടുപോയാക്കാണ്. ആൾപ്പാർപ്പില്ലാത്ത, അതേപോലെ തന്നെ കൃഷിയില്ലാത്ത, വീടുകളില്ലാത്ത, വെള്ളമില്ലാത്ത, ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രമുള്ള ആ മരുഭൂമിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടച്ചോന്റെ കൽപ്പന പ്രകാരം ഭാര്യയെയും കൈക്കുഞ്ഞിനെയും കൊണ്ടുപോയാക്കി തിരിച്ചു പോന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ, അതേപോലെ തന്നെ അവിടെ കായ്ക്കനികൾ കൊണ്ട് സമ്പന്നമാക്കണേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സ്വീകരിച്ചു. അവിടെ ആളുകൾ ഉണ്ടാകാൻ തുടങ്ങി. അവിടേക്ക് ജനങ്ങൾ കടന്നു വന്നു. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം, അവിടേക്ക് ജനങ്ങൾ വന്ന ചരിത്രത്തിലെ സംസമിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശാലമായി കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ആളുകൾ വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശം കൈമാറി. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വലാ ശൈഅ അഹബ്ബു ഇലല്ലാഹി മിനത് തൗഹീദി വലാ ശൈഅ അബ്ഗദു ഇലൈഹി മിനശ് ശിർക്ക് എന്നാണ്. ഈ വാചകം നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. അള്ളാഹുവിന് തൗഹീദിനേക്കാൾ ഇഷ്ടമുള്ള വേറൊന്നുമില്ല,
ഷിർക്കിനേക്കാൾ അല്ലാഹുവിന് വെറുപ്പുള്ള വേറൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹം മഹാനായ ഇബ്രാഹിം നബി ആ സമൂഹത്തിന് കൈമാറിയത് തൗഹീദിന്റെ സന്ദേശമാണ്, അല്ലേ? തൗഹീദിന്റെ സന്ദേശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അദ്ദേഹം യഹൂദിയായിരുന്നില്ല, നസ്രാനി ആയിരുന്നില്ല, അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം നബിയുടെ ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുമ്പ് ആ സമൂഹം എങ്ങനെയാണ് പിന്നെ ഇരുട്ടിലായത്? ഇബ്രാഹിം നബി വഴി നടത്തിയ, ഇബ്രാഹിം നബി തൗഹീദ് പഠിപ്പിച്ച ആ സമൂഹം എങ്ങനെയാണ് ഇരുട്ടിലായത്? ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് അവർ വ്യതിചലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ നിന്ന് അവർ വഴിമാറി സഞ്ചരിച്ചു. പല കാലഘട്ടങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ തിന്മകൾ സാധാരണ സ്വഭാവമായി മാറുന്നത്. ഇബ്രാഹിം നബിയുടെ കാലശേഷം ഇസ്മായിൽ നബി, പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പതിയെ ദീനിൽ നിന്ന് അകന്നുപോയി, ദീനിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി. അങ്ങനെ അവരെന്തായി? എല്ലാ തിന്മകളും ചെയ്യുന്ന, എല്ലാ പാപങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളായി മാറി. അപ്പൊ തൗഹീദുള്ള ആളുകൾക്ക് വ്യതിയാനം സംഭവിക്കും. അതാണ് രണ്ടാമത്തെ പാഠം. ഈ ചരിത്ര പഠനത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഒരു പാഠം എന്താ? തൗഹീദുള്ള ആളുകൾക്ക് വ്യതിയാനം സംഭവിക്കാം. തൗഹീദിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ല മുസ്ലിങ്ങളാണ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസം. അള്ളാഹു ആ തൗഹീദിൽ നമ്മളെയൊക്കെ നിലനിർത്തുമാറാകട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാം. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിൽ നിന്നാണ് ആളുകൾ പോയത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. നബിന്റെ പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന ഉശ്രികു ബിക വഅന അഅലമു. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ തേടുന്നു. അതേപോലെ തന്നെ ഞാൻ അറിയാതെ നിന്നോട് പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചനം നടത്തുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മളും പഠിക്കണം, ഈ പ്രാർത്ഥന നമ്മളും നിർവഹിക്കണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേവലം ചരിത്രം പഠിച്ചു പോകുന്നതിൻ്റെ അപ്പുറം ആ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. വ്യക്തമായ വഴികേടിലായിരുന്ന സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ട് എഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഖുർആൻ എഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടാകണം, ഭയമുണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അതേപോലെ തന്നെ ഷിർക്കിനെ കുറിച്ച് മനസ്സിലാക്കാനും തൗഹീദ് കൂടുതൽ പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. ആരാണ് മക്കയിൽ ആദ്യമായി ഷിർക്ക് കൊണ്ടുവന്നത്? ജാഹിലിയത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മക്കയിൽ ആദ്യമായി ഷിർക്ക് പ്രചരിപ്പിച്ചത്, ഷിർക്ക് കൊണ്ടുവന്നത് അംർ ഇബ്നു ലുഹൈൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അംർ ഇബ്നു ലുഹൈയാണ് ആദ്യമായി അറബികളിലേക്ക് ഷിർക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഖുസാഇ ഗോത്രക്കാരനാണ്. അദ്ദേഹം ആ ഗോത്രത്തിന്റെ തലവനായിരുന്നു, നേതാവായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വീകാര്യനായ വ്യക്തിയാണ് അദ്ദേഹം. കഅബയുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഗോത്രമാണ് ഖുസാഇ എന്ന് പറയുന്ന ഗോത്രം. ആ ഗോത്രത്തിന്റെ നേതാവാണ് ആര്? അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം സ്വീകാര്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഷാമിലേക്ക് സന്ദർശനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അദ്ദേഹം ഷാമിൽ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹാരാധന നടത്തുന്നത് അയാൾ കണ്ടു. അവിടെയുള്ള മനുഷ്യന്മാർ വിഗ്രഹങ്ങൾ ആരാധിക്കണം. അപ്പം അത് കണ്ട് അതിൽ ആകൃഷ്ടനായി ആ ഷാമിൽ നിന്ന് അദ്ദേഹം ഹുബിലി എന്ന് പേരുള്ള ഒരു വിഗ്രഹത്തെ എന്ത് ചെയ്തു? അയാൾ വാങ്ങി. എന്നിട്ട് ആ വിഗ്രഹവുമായിട്ടാണ് അയാൾ പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നത്. മക്കയിലേക്ക് അയാൾ അങ്ങനെ വരുന്നത് ഹുബിൽ എന്ന് പറയുന്ന വിഗ്രഹവുമായി അയാൾ വന്നു. എന്നിട്ട് അറബികളോട് അദ്ദേഹം പറഞ്ഞ, ഞാൻ കൊണ്ടുവന്ന ഈ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കണം. ഈ വിഗ്രഹമാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഗ്രഹങ്ങളോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും? അത് പരിഹരിക്കപ്പെടും. അദ്ദേഹം പരിശുദ്ധമായ മക്കയിൽ മുശ്രിക്കുകളായ ആളുകൾ പോലെ ഹജ്ജ് ചെയ്തിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അവരുടെ തൽബിയത്ത് അദ്ദേഹമാണ് തിരുത്തിയത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതാണ് തൽബിയത്ത്. ഈ തൽബിയത്ത് അദ്ദേഹം തിരുത്തി. അല്ലേ, ഇന്നൽ മുശ്രിക്കീന കാനു യതൂഫൂന ബിൽ ബൈത്ത്. മുശ്രിക്കുകളായ ആളുകൾ തവാഫ് ചെയ്യുമായിരുന്നു. നബിക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു അവർ തവാഫ് ചെയ്യുന്നത്. യഖൂലൂൻ, അവർ പറയും, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ലബ്ബൈക, അല്ലാഹുവേ ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകി, ഇതാ വന്നിരിക്കുകയാണ്. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുമ്പോൾ നബി പറയും, ഖദ് ഖദ്, ശരിയാണ്, മതി മതി. അതിൻ്റെ അപ്പുറം പറയല്ലേ. അവരുടെ അടുത്ത വാചകം എന്തറിയോ? ഫയഖൂലൂൻ, അവർ പറയും, ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല, ഇല്ലാ ശരീകുൻ, ഒരു പങ്കുകാരനൊഴികെ, ഹുവ ലക തംലികുഹു വമാ മലക്, ആ പങ്കുകാരനാകട്ടെ നീ ഉടമപ്പെടുത്തിയവനാണ്, അധീനപ്പെടുത്തിയവനാണ്. ഇങ്ങനെ ഈ തൽബിയത്തിനെ തിരുത്തിയ ആളാണ് ആര്? അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ആള്. ബഹുദൈവാരാധന ആ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പറഞ്ഞു, റഅയ്തു അംർ ഇബ്നു ആമിർ ഇബ്നു ലുഹൈ, ഞാൻ അംർ ഇബ്നു ആമിർ ഇബ്നു ലുഹൈനെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? യജുറു ഖുസ്ബഹു ഫിന്നാരി വകാന അവ്വല മൻ സയ്യിബ സവായിബ്. നബി പറയും, ഞാൻ നരകത്തില് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ആമാശയം വലിച്ചിഴച്ചു കൊണ്ടാണ് അയാളുള്ളത്. ആമാശയൊക്കെ വലിച്ചിഴച്ച് നരകത്തിൽ ഞാൻ അംർ ഇബ്നു ലുഹൈനെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? വിഗ്രഹങ്ങൾക്ക് നേർച്ചയായി നേരുന്ന ഒട്ടകങ്ങളെ നിശ്ചയിച്ചു കൊടുത്തത് അദ്ദേഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീത്താണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അയാളൊരു യാത്ര നടത്തി, ആ യാത്രയിൽ അയാൾ കണ്ടൊരു കാര്യം കണ്ടു, അയാളതിൽ ആകൃഷ്ടനായി, അത് വന്നിട്ട് അയാൾ സ്വന്തം നാട്ടുകാരോട് പറയുന്നു, ആ നാട്ടുകാരത് സ്വീകരിക്കുന്നു. അംർ ഇബ്നു ലുഹൈന്റെ കൽപ്പന അവർ കേട്ടു എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തു? അവർ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. പിൽക്കാലഘട്ടത്തിൽ അവിടെ എത്ര വിഗ്രഹങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കുമ്പോൾ മക്കയിൽ 300 ചില്ലാനും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാ, അല്ലേ? 300 ചില്ലാനും വിഗ്രഹങ്ങൾ. ലാത്തയും ഉസ്സയും മനാത്തയും ഇസാഫും നായിലയും വദ്ദും സുവാഉം യഊസും യഊഖും നസ്റും എല്ലാം അവരാരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളാണ്, വിഗ്രഹങ്ങളാണ്. അതിൽ പുണ്യപുരുഷന്മാരുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി പഠിപ്പിച്ചു പോയ, ഇബ്രാഹിം നബി കൈമാറിയ തൗഹീദിന്റെ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാലശേഷം ആളുകൾ വഴിതെറ്റിയാണ്. അവിടെ ശിർക്ക് വരെയാണ്, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ്. ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ തച്ചുടച്ച് മനുഷ്യരുടെ മനസ്സുകളിൽ തൗഹീദ് സ്ഥാപിച്ച ആളാ, അല്ലേ? വിഗ്രഹങ്ങളെ കോടാലികൾ കൊണ്ട് വെട്ടിമുറിച്ച് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കി ജനങ്ങളെ ഉത്ബോധിപ്പിച്ച മഹാനായ പ്രവാചകനാണ്. ആ ഇബ്രാഹിം നബിയുടെ പിൻതലമുറ എന്താ ചെയ്യണം? അവര് ബഹുദൈവാരാധന ആരംഭിക്കണം. അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളായി മാറാണ്, അവർ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ആളുകളായി മാറാണ്. മഹാനായ അബി റജാഉൽ ഉഥൈരിദി അദ്ദേഹം പറയുന്നുണ്ട്, കുന്നാ നഅബുദുൽ ഹജറ, ഞങ്ങൾ ജാഹിലിയത്തിൽ കല്ലുകളെ ആരാധിക്കുമായിരുന്നു. കുന്നാ നഅബുദുൽ ഹജറ ഫൈദാ വജദ്നാ ഹജറൻ ഹുവ അഖ്യറു മിൻഹു അൽഖൈനാഹു വഅഖദ്നാ അൽ-ആഖർ. ഞങ്ങളൊരു കല്ലിനെ അങ്ങനെ ആരാധിക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അതിനേക്കാൾ നല്ല ഒരു കല്ല് കണ്ടാൽ ആദ്യം ഞങ്ങൾ ആരാധിച്ച കല്ലിനെ ഒഴിവാക്കും. എന്നിട്ട് ഞങ്ങൾ പുതിയതായി കണ്ട ആ നല്ല കല്ലിനെ ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അതിനെ ഞങ്ങൾ ആരാധിക്കും. ഇനി ഞങ്ങൾക്ക് കല്ലൊന്നും കിട്ടിയില്ല, ആരാധിക്കാൻ പൂജിക്കാൻ നിന്ന് കൈകൂപ്പി നിൽക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു കല്ലൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ കുറച്ച് മണ്ണ് വാരി കൂട്ടും. ഫൈദാലം നജിദ് ഹജറൻ ജമഅനാ ജുസ്വതൻ, ഞങ്ങൾ മണ്ണ് വാരി കൂട്ടും. മിൻ തുറാബ്, മണ്ണ് ഞങ്ങൾ വാരി കൂട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ഒരാടിനെ ബലിയെറുക്കും. എന്നിട്ട് ആ മൺകൂനയെ ഞങ്ങൾ എന്ത് ചെയ്യും? ثم جئنا بالشاة فحلبناه عليه ثم طفنا به, പിന്നെ ഞങ്ങൾ അതിൻ്റെ ചുറ്റും തവാഫ് ചെയ്യുന്നു. ആ മൺകൂനക്ക് ചുറ്റും ഞങ്ങൾ തവാഫ് ചെയ്യും. അവിടെ ആരാധനയർപ്പിക്കുന്ന, അവിടെ പൂജയർപ്പിക്കുന്ന ആളുകളായിട്ട് അവർ മാറി. മനസ്സിലായോ? മഹാനായ സാഹിബ് ഇബ്നു അബ്ദില്ല അദ്ദേഹം പറയുന്നുണ്ട്, കാനലി ഹജറുൻ, എനിക്കൊരു കല്ലുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ എനിക്കൊരു വിഗ്രഹമുണ്ടായിരുന്നു. അള്ളാഹുവിന് പുറമെ അതിനെയായിരുന്നു ഞാൻ ആരാധിച്ചിരുന്നത്. പടച്ചോന് പുറമെ ഞാൻ ആരാധിച്ചിരുന്നത് അതിനെയാണ്. അങ്ങനെ എന്ത് ചെയ്യും? എനിക്കേറെ വിലപ്പെട്ട പാല്, നല്ല കട്ടിയുള്ള പാല് ഞാൻ ചെയ്യും, അതിൻ്റെ മുകളിലൂടെ അഭിഷേകം നടത്തും. അറിയാലോ, വിഗ്രഹത്തിൻ്റെ മുകളിലൂടെ, ആ കല്ലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ആ ചില സമയങ്ങളിലൊക്കെ നായകൾ വന്നിട്ട്
ആ പാലിങ്ങനെ നക്കി കുടിക്കും. അവർ നക്കി കുടിക്കും. ചിലപ്പോൾ അവർ കാല് പൊക്കി ആ കല്ലിനെ, ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കല്ലിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കും ചെയ്യും. അവർ പിൽക്കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് പറയാണ്. ആ ഇരുണ്ട കാലഘട്ടം അഥവാ ഷിർക്കിലായിരുന്നു. അവർ ബഹുദൈവാരാധനയിലായിരുന്നു. കല്ലുകളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആരാധനയർപ്പിക്കുന്ന ആളുകൾ. ബനൂ ഹനീഫ ഗോത്രം അവരുടെ വിഗ്രഹത്തെ നിർമ്മിച്ചത് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടായിരുന്നു. ഭക്ഷണ വസ്തുക്കൾ കൊണ്ട്, കഴിക്കണ വസ്തുക്കൾ കൊണ്ട് അവർ എന്തെന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിലെ കൗതുകം എന്താ വെച്ചാൽ, അവർക്ക് ക്ഷാമകാലം വരുമ്പോൾ, ഭക്ഷണമില്ലാത്ത കാലം വരുമ്പോൾ അവരവരുടെ വിഗ്രഹം ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? ഭക്ഷണ വസ്തുക്കൾ കൊണ്ടാണ്. അതെടുത്തിട്ട് അവർ കഴിക്കുകയും ചെയ്യും, അതെടുത്തിട്ട് അവർ ഭക്ഷിക്കുകയും ചെയ്യും. നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്ന കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്രമാത്രം ഇരുണ്ട യുഗമാണത് എന്നുള്ളത്, എത്രമാത്രം വൃത്തികെട്ട കാലഘട്ടമാണത് എന്ന്. ഇസാഫും നായിലയും. നമ്മളിന്ന് പരിശുദ്ധമായ മക്കയിൽ പോകുമ്പോൾ നമ്മൾ സഈ നടത്തും അല്ലേ? സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് എന്ത് ചെയ്യും? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ആയത്തോതിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സഈ നടത്തും. നമ്മളൊക്കെ അവിടെ നിന്ന് സഈ നടത്താറുണ്ട്. അപ്പൊ ആ സഈ നടത്തുന്ന സഫയിലും മർവയിലും 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇസാഫും നായിലയും. സംസം കിണറിന്റെ തൊട്ടരികിൽ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന 2 വിഗ്രഹങ്ങളാണ് ആര്? ഇസാഫ്, നായില എന്ന പേരുള്ള വിഗ്രഹങ്ങൾ. യഥാർത്ഥത്തിൽ ഇസാഫ്, നായില എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാസിൽനാ നസ്മഉ അന്ന ഇസാഫൻ വനായില കാന റജുലൻ വഇംറഅതൻ. ഇസാഫും നായില ഒരു ആണും ഒരു പെണ്ണുമായിരുന്നു. അവർ പരസ്പരം, ചരിത്രം പറയുന്നത്, ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്, അവർ പരസ്പരം സ്നേഹിച്ചു. അവർ രണ്ടാളും ഇഷ്ടപ്പെട്ടു. ഒരാണും പെണ്ണുമാണ്. അവർ ഇഷ്ടപ്പെട്ടു, അവർ പ്രണയിച്ചു. അങ്ങനെ അവർ അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താൻ വേണ്ടി കാബന്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ വെച്ച് അള്ളാഹു അവരെ കല്ലാക്കി കളഞ്ഞു എന്നാണ്. ഒരു മ്ലേച്ഛ പ്രവർത്തിക്കൊരുങ്ങിയപ്പോൾ അള്ളാഹു അവരെ കല്ലാക്കി കളഞ്ഞു. ഇതാണ് ചരിത്രം. അങ്ങനെ ആ ആളുകളുടെ പ്രതിമകൾ എന്ത് ചെയ്തു? അവരെടുത്തിട്ട് ഒന്ന് സഫയിലും അതേപോലെ തന്നെ മറവയിലും വെച്ചു. മഹാനായ ഇമാം ഷാഫി പറയുന്നത്, കാന ഇസാഫുൻ അല സഫ. ഇസാഫ് എന്ന് പറയുന്ന വിഗ്രഹത്തെ സഫയിലും വകാനത്ത് നായില അലൽ മർവ, നായിലയെ മർവയിലുമാണ് അവർ സ്ഥാപിച്ചിരുന്നത്. എന്നിട്ട് അവരതിനെ ആരാധിക്കും, അവരതിനെ പൂജിക്കും, ആ വിഗ്രഹങ്ങൾക്ക് മഹത്വം കൽപ്പിക്കും. യഥാർത്ഥത്തിലുള്ള ചരിത്രം അവർ മ്ലേച്ഛ പ്രവർത്തിക്ക് ഒരുങ്ങിയപ്പോൾ അള്ളാഹു കല്ലാക്കി കളഞ്ഞതാ. ചില ആൾക്കാരെ കുരങ്ങന്മാരാക്കി എന്നൊക്കെ ഖുർആനിൽ, നമ്മളെ വിഷയതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കണില്ല. അപ്പൊ അള്ളാഹു അവരെ കല്ലാക്കി കളഞ്ഞതാണ്. എന്നിട്ട് അവരെയാണ് ആരാധിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം വൃത്തികേടുകൾ ചെയ്യുന്ന മനുഷ്യന്മാരായിട്ട് മാറുക. ഇസ്ലാം കടന്നു വന്ന് മുസ്ലിങ്ങളായ ആളുകൾ അവർ സഈ നടത്തുമ്പോൾ ഈ 2 വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ഈ ഇസാഫും നായിലയും സഫയുടെയും മർവയുടെയും സമീപത്തുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ ആൾക്ക് ഭയങ്കര പ്രയാസം അവിടെ സഈ നടത്താൻ. അവർക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പം എന്ത് ചെയ്തു? അവർക്ക് ആ സങ്കടം, അവരുടെ പ്രയാസം ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ അതമറ ഫലാ ജുനാഹ അലൈഹി. ആ പ്രയോഗം എന്താ അറിയോ? ഫലാ ജുനാഹ അലൈഹി. നിങ്ങൾ അവിടെ സഈ നടത്തുന്നതിന്, ഉംറ ചെയ്യുന്നതിന്, ഹജ്ജ്, അതിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ പേരിൽ ഇനി കുറ്റമൊന്നുമില്ല. അവിടെ ഇസാഫുൻ നായിലി എന്ന് പറയുന്ന വിഗ്രഹം ഉണ്ടായപ്പോൾ അവർക്ക് മാനസികമായി പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസം നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 158 ആയത്തിറക്കുന്നത്. അപ്പോൾ വിഗ്രഹാരാധകരായിരുന്നു അവർ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്താ? ഷിർക്ക് എങ്ങനെ അവിടേക്ക് വന്ന് നമ്മൾ മനസ്സിലായി. ഷിർക്ക് എങ്ങനെ കടന്നു വന്ന് അതിൻ്റെ തുടക്കം എന്താണെന്ന് മനസ്സിലായി. എത്രമാത്രം അവർ ഷിർക്കിലെ എല്ലാ വീട്ടിലും വിഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ വീടുകളിലും, മക്കയിലെ ഏതാണ്ട് എല്ലാ വീടുകളിലും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ഏതെങ്കിലും ആൾക്കാർ യാത്ര ഉദ്ദേശിച്ചാൽ ആ വിഗ്രഹത്തിന് മുമ്പിൽ പോയി നിന്ന് ഒന്ന് വണങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ യാത്ര പുറപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ യാത്ര കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോഴെന്ത് ചെയ്യും? ആ വിഗ്രഹത്തിന് മുമ്പിൽ ഒന്ന് ആരാധന നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ മക്കയിലെ മനുഷ്യന്മാർ അവർ പൊതുവെ വിഗ്രഹാരാധകരായിരുന്നു. നബി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം പൊതുവെ ആരാധകരായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ തൗഹീദുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറയാതെ പോകാൻ പാടില്ല. തൗഹീദുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി തൗഹീദ് പഠിപ്പിച്ചൊരു മണ്ണാണ്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഹനീഫിയത്ത് സ്വീകരിച്ച ആൾക്കാരും മക്കയിലുണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തെ സ്വീകരിച്ച ആളുകൾ, ഹനീഫിയത്ത് മുറുകെ പിടിച്ച ആൾക്കാരെന്ന ഹുനഫാക്കൾ എന്നാണ് അവര് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരറിയോ? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലാണ്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം ജാഹിലിയത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധി പ്രാപിച്ച, സ്വീകരിച്ച, അകന്നു നിന്നൊരു മനുഷ്യനായിരുന്നു സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം ഈസാ നബിയുടെയും അതേപോലെ തന്നെ എന്റെയും ഇടയിലുള്ള ആ കാലഘട്ടം ഉണ്ടോ, ഈസാ നബി വന്ന കാലഘട്ടം, പിന്നെ മുഹമ്മദ് നബി, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ആളുകൾക്കിടയിൽ നിന്ന് ഒരു ഉമ്മത്തായി വരുന്ന, ഒറ്റക്ക് അദ്ദേഹം വരിക പരലോകത്ത്, പക്ഷെ അദ്ദേഹത്തെ പ്രയോഗിച്ചത് ഒരു ഉമ്മത്തായിട്ട് നാളെ പരലോകത്ത് അദ്ദേഹം വരും എന്ന് പറഞ്ഞു. അദ്ദേഹം തൗഹീദുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ജാഹിലിയത്തിലെ തിന്മകളൊക്കെ ഒഴിവാക്കിയ ആളാണ്. ഇപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജാഹിലിയത്തിലെ തിന്മകൾ പറയാനാണ്. ജാഹിലിയത്തിൽ മദ്യപിക്കുന്ന ആൾക്കാരായിരുന്നു, വ്യഭിചരിക്കുന്ന ആൾക്കാരായിരുന്നു, കുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ കഴിഞ്ഞ തഫ്സീറിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ ആയത്തിനെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു, അവിടെ അവരെന്ത് ചെയ്തിരുന്നു? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരാളെ കുറിച്ച്, അതാരാ? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹം ആരാ? അദ്ദേഹം പെൺകുട്ടികളെ കുഴിച്ചുമൂടാൻ കൊണ്ടുപോകുന്ന രക്ഷിതാക്കളോട് പറയും, കൊല്ലല്ലേ, കുഴിച്ചുമൂടല്ലേ, ആ കുട്ടികളെ എനിക്ക് തരൂ, ഞാൻ അവരെ വളർത്താം, ഞാൻ അവരെ സംരക്ഷിക്കാം, നിങ്ങൾക്ക് ഇവർ പ്രായപൂർത്തിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകാം, നിങ്ങൾ അവരെ കൊല്ലരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാ. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ പടപൊരുതിയ മനുഷ്യനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സത്യം അറിയാൻ വേണ്ടി യാത്ര ചെയ്ത മനുഷ്യനാണ്, സത്യാന്വേഷിയായ മനുഷ്യനാണ്. നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ നമ്മൾ മഹാനായ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്, അവിടെ വായിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഒരിക്കൽ ഹറമിന്റെ സമീപത്തിരിക്കുമ്പോഴാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും തമ്മിലൊരു സംസാരമുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ യാത്ര എന്തായി, നിങ്ങളുടെ അന്വേഷണം എന്തായി എന്നൊക്കെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ സത്യം കണ്ടെത്താനായിട്ടില്ല, അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആ സത്യവുമായിട്ട് ഒരു പ്രവാചകൻ വരിക എന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് വായിക്കാൻ പറ്റും. മഹാനായ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഖറജ ഇല ശാം യസ്അലു അനിദ്ദീൻ, ദീൻ ചോദിച്ചാണ് അദ്ദേഹം ചെയ്തു ഷാമിലേക്ക് പുറപ്പെട്ടു, ദീൻ അറിയാൻ വേണ്ടി. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ സുദീർഘമായ ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ യഹൂദിയായ ഒരു ആലിമിനെ, ഒരു യഹൂദി പണ്ഡിതനെ അദ്ദേഹം കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ഫസഅലഹു അൻ ദീനിഹിം, അവരുടെ ദീനിനെ കുറിച്ച് സത്യം അറിയാൻ വേണ്ടി പോകുക, ഏത് ദീനാണ് ശരി. അദ്ദേഹത്തിന് അറിയാം ജാഹിലിയത്തിലെ ആളുകൾ ചെയ്യുന്ന ഈ വിഗ്രഹാരാധന, അതേപോലെ തന്നെ മൃഗങ്ങളെ ബലിയ, അള്ളാഹു അല്ലാത്തവരുടെ ബലിയർ, ഇതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൽ അദ്ദേഹത്തിന് സമാധാനമല്ല, സന്തോഷമല്ല. അപ്പൊ അദ്ദേഹം ഏതാണ് ശരിയെന്ന് കണ്ടെത്താൻ ഇങ്ങനെ അന്വേഷിക്കാണ്, യാത്ര ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം ചെയ്തു, ഷാമിലെത്തി അവിടെ യഹൂദിയായ ഒരു പണ്ഡിതനെ കണ്ടു. അപ്പൊ ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ഈ ഞാനിപ്പോ സ്വീകരിച്ചിട്ടുള്ള യഹൂദമതം ആ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഞങ്ങളുടെ മതങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടാകാനാണ് സാധ്യത. അല്ലാതെ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അകലാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ആൾക്കാർ ഈ യഹൂദ മതത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാചകം എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സത്യം തേടി ഇറങ്ങിയത്. എന്നിട്ട് വീണ്ടും ഞാൻ ആ കോപത്തിലേക്ക് തന്നെ നടക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ആ ആലിമായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, എനിക്കറിയില്ല ഏതാണ് സത്യം, എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, സത്യമായിട്ടുള്ളത് ഇല്ല അയ്യക്കൂന ഹനീഫൻ, ഹനീഫിയത്ത് സ്വീകരിക്കുക, അതാണ് രക്ഷപ്പെടാനുള്ള വഴി. ശരിയായ ദീന് ഹനീഫിയത്താണ്. അപ്പൊ സെയ്ദ് ചോദിക്കുന്നുണ്ട്, വമൽ ഹനീഫ്, എന്താണ് ഈ ഹനീഫിയത്ത്, എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദീനു ഇബ്രാഹിം ലം യകുൻ യഹൂദിയൻ വലാ നസ്റാനിയൻ വലാ യഅ്ബുദു ഇല്ലല്ലാഹ്. ആ യഹൂദിയായ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുക, ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ദീനാണ്. ഇബ്രാഹിം നബി യഹൂദി ആയിരുന്നില്ല, നസ്രാനി ആയിരുന്നില്ല, അദ്ദേഹം അള്ളാനെ മാത്രം ആരാധിച്ച ആളാണ്. ഇതാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിന് യഹൂദിയായ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത്.
അങ്ങനെ സയ്യിദ് ബിൻ അംർ നുഫൈൽ എന്ത് ചെയ്തു? അദ്ദേഹം നസാറാക്കളിൽപ്പെട്ട ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ പോയി കണ്ടു. എന്നിട്ട് അയാളുടെ ദീനിനെ കുറിച്ച് ചോദിച്ചു. അയാൾ ഇതൊക്കെ തന്നെ പറഞ്ഞു. നസാറ മതങ്ങൾ സ്വീകരിച്ചാൽ പടച്ചോന്റെ കോപം കിട്ടും. കാരണം ആൾക്കാർ ആ ദീനിനൊക്കെ മാറ്റിയിട്ടുണ്ട്, കൈകടത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദീന് ശരിയല്ല, ഇപ്പോഴുള്ള ഈ ദീനിന്റെ ഇത് നല്ല പോക്കല്ല, ഇത് സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു കൊടുത്തു? ശരിയായ ദീൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ദീനാണ്, ഹനീഫിയത്ത് സ്വീകരിക്കലാണ് രക്ഷപ്പെടാനുള്ള വഴി. ആ സമയത്ത് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഷ്ഹദു അന്നി അലാ ദീനി ഇബ്രാഹിം, പടച്ചോനെ ഞാൻ ഇബ്രാഹിമിന്റെ മതത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. കാബയിലേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ ഇബ്രാഹിമിന്റെ ആരാധ്യനാണ് എന്റെയും ആരാധ്യൻ, ഇബ്രാഹിമിന്റെ മതമാണ് എന്റെയും മതമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, മക്കയിലുണ്ടായിരുന്ന ആളുകൾ വിഗ്രഹാരാധനകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ മലീമസമാക്കിയപ്പോൾ ആ ആളുകൾക്കിടയിൽ ദീനന്വേഷിക്കുന്ന, സത്യമന്വേഷിക്കുന്ന സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിനെ നമ്മൾ വായിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. എത്രമാത്രം മഹത്വമുള്ള കാര്യമാണത്, എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണത്. അദ്ദേഹം അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ബലിയർക്കുമായിരുന്നില്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കുന്ന ആളുകളെ കാണുമ്പോൾ അദ്ദേഹം അവരോട് പറയുമെന്നാണ്, നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഭക്ഷിക്കുകയില്ല, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടതല്ലാതെ ഞാൻ ഭക്ഷിക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയും. എന്നിട്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന, ആട് അതിനെ പടച്ചത് അള്ളയാണ്, നിങ്ങൾ ഈ ബലിയെറുക്കുന്ന ആടുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവർ, അതിനെ അള്ള പടച്ചതാണ്, ആകാശത്ത് അതിന് വെള്ളം ഇറക്കി നൽകിയതും അള്ളാഹു തന്നെയാണ്, ഭൂമിയിൽ അതിന് ഭക്ഷണം മുളപ്പിച്ച് നൽകിയതും അള്ളാഹു തന്നെയാണ്, എന്നിട്ട് നിങ്ങൾ അതിനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കുകയോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു, അവരോട് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യുഹ്ശറു ദാക ഉമ്മതൻ വഹ്ദഹു, അദ്ദേഹം നാളെ എഴുന്നേറ്റ് വരും. എങ്ങനെ? പരലോകത്ത് അദ്ദേഹം ഒരു ഒറ്റക്ക് ഒരു ഉമ്മത്തായിട്ട് വരുന്ന. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യമാണത്. ഈസാ നബിയുടെയും അത് എൻ്റെയും ഇടയിൽ ഒരു ഉമ്മത്തായി അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു പറയാ, പ്രവാചകൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖൽതുൽ ജന്ന ഫറഅയ്തു ലിസൈദ് ബിൻ അംർ ബിൻ നുഫൈൽ ദറജതൈൻ. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ സ്വർഗ്ഗത്തിലാണ്. അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ 2 ദറജയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും കൗതുകകരമായ ഒരു ചരിത്രം കൂടെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുൻപ് ഹനീഫിയത്ത് സ്വീകരിച്ച മക്കയിലെ ആളുകളൊക്കെ വിഗ്രഹാരാധകരായപ്പോൾ തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യനാര്? സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹത്തിന്റെ മകൻ ആരറിയോ? അദ്ദേഹത്തിന്റെ മകനാണ് സഈദ് ബിൻ സെയ്ദ്. സഈദ് ബിൻ സെയ്ദ്, ഈ പേരുകൾ കേട്ടിട്ടുണ്ടോ? സഈദ് ബിൻ സെയ്ദ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി എണ്ണിയ 10 പേര് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആ 10 പേരിൽ ഒരാളാണ് ആര്? മഹാനായ സഈദ് ബിൻ സെയ്ദ്. സഈദ് ബിൻ സെയ്ദ് ആരറിയോ? മഹാനായ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിന്റെ മകനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മകനാണ് ആര്? സഈദ് ബിൻ സെയ്ദ്. സഈദ് ബിൻ സെയ്ദ് അദ്ദേഹം സ്വർഗാവകാശിയാണ്. ബാപ്പിയും സ്വർഗത്തിലാണ്, മകനും സ്വർഗത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോ ജാഹിലിയത്തിൽ ശിർക്കുണ്ടായിരുന്നു, ബഹുദൈവാരാധന ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഹനീഫിയത്ത് സ്വീകരിച്ച, ശരിയായ മതം സ്വീകരിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളാണ് മഹാനായ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. രണ്ടാമത്തെ ആള് വറഖത്ത് ബിൻ നൗഫലാണ്. വറഖത്ത് ബിൻ നൗഫൽ എല്ലാവർക്കും അറിയാം. വറക്കയുടെ ചരിത്രം ഇപ്പം നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് പ്രവാചകന്റെ വഹിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നമുക്കത് പറയാനുണ്ട്. വറക്ക യഥാർത്ഥത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വറക്കയുടെ പേരാണ് രണ്ടാമത് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത്. സയ്യിദ് ബിനു അംറിനോടൊപ്പം സത്യമന്വേഷിച്ച് യാത്ര ചെയ്തവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? വറക്കയും ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അദ്ദേഹം നസാറ മതമാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച് ആ ഖദീജ ബീബി അദ്ദേഹത്തിന് അടുക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഖദീജ ബീബിയുടെ കുടുംബക്കാരനാണ് ആര്? വറക്ക. ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പിന്നീട് വിശദീകരിക്കും. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെ ഈ ആദർശം നീ ആളുകളോട് പറയുമ്പോൾ നിന്നെ ആൾക്കാർ പുറത്താക്കും. അന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ നിന്റെ സംരക്ഷകനായിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സുകൊണ്ട് സ്വീകരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സ്വർഗമുണ്ട്, അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ഹദീത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമ്മൾ തൽക്കാലം മാറ്റി വെക്കണം, നമ്മൾ മറ്റൊരു സമയത്ത് നമ്മളത് വിശദീകരിക്കും. മൂന്നാമത്തെ ആള് ഖൈസ് ബിൻ സഈദ അൽ ഇയാദി എന്ന് പറയുന്ന ആളാണ്. ഖൈസ് ബിൻ സഈദ അൽ ഇയാദി അദ്ദേഹം തൗഹീദ് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, പിന്നെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശാലമായ ഭാഗങ്ങളുണ്ട്. അതിൽ പലതും സ്ഥിരപ്പെട്ട് വരാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ആ മേഖലയിലേക്ക് പോകുന്നില്ല. ചരിത്രങ്ങളിൽ കാണാം, ഈ ഖൈസ് ബിൻ സഈദ് അദ്ദേഹം ഒരു ചുവന്ന ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് ആളുകളോട് തൗഹീദ് പറയുമായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ അദ്ദേഹം തൗഹീദ് പറയുമായിരുന്നു, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. ഹിജ്റ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഇയാദ് ഗോത്രം വന്ന് അവർ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പം നബി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒട്ടകപ്പുറത്തിരുന്ന് പിന്നെ പ്രസംഗിക്കുന്ന ഒരാൾ, അദ്ദേഹം സംസാരിക്കണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ മഹാനായ ഖൈസ് ബിൻ സഈദ അൽ ഇയാദിയുടെ പ്രസംഗം ഉദ്ധരിക്കപ്പെടുന്നു. യാ അയ്യുഹന്നാസ് ഇസ്മഉ വഉ വഇദാ ബഅയ്തും ഫൻതഫിഉ ഇന്നഹു മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആതിൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗം വിശദീകരിക്കുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? ജനങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഉപകാരമെടുക്കണം. ജനിച്ചവരെല്ലാം മരിക്കും, മരണപ്പെട്ടാലെല്ലാം നശിക്കും. മരണപ്പെട്ട എല്ലാവരും നാളെ പരലോകത്ത് വരും. മതറുൻ വനബാതുൻ വഅർസാഖുൻ വഅഖ്വാതുൻ വആബാഉൻ വഉമ്മഹാതുൻ വഅഹ്യാഉൻ വഅംബാതുൻ. ഇങ്ങനെ അദ്ദേഹം പറയാ, മഴയും ചെടികളും ഭക്ഷണവും മറ്റു വസ്തുക്കളും മാതാപിതാക്കളും മരിച്ചവരും ജീവിച്ചവരും ഓരോ ദൃഷ്ടാന്തങ്ങളും അങ്ങനെയും എല്ലാം നാളെന്തിയും പരലോകത്ത് വരും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിശ്ചയമായും ആകാശത്തിനൊരു വാർത്തയുണ്ട്, ഭൂമിയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇരുണ്ട രാത്രികളും നക്ഷത്രങ്ങളും ആകാശവും ചെടികളുമുള്ള ഭൂമിയും തിരമാലകൾ അടിച്ചു വീശുന്ന കടലും. ഇങ്ങനെ അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു, തൗഹീദ് അവരോട് പറയുമായിരുന്നു എന്നാ ഖൈസ് ബിൻ സഈദ. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം തൗഹീദുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഉമയ്യത്ത് ബിൻ അബീ സലത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നമ്മളിവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ഉമയ്യത്ത് ബിൻ അബീ സലത്ത് ജാഹിലിയത്തിൽ നസാറ മതം സ്വീകരിക്കുകയും നല്ലോണം കവിത എഴുതിയ, തൗഹീദിൻ്റെ ആശയങ്ങളുള്ള കവിതകളൊക്കെ എഴുതിയ, പുനരുദ്ധാനത്തെക്കുറിച്ച് ഖിയാമത്തിൽ കവിത എഴുതിയ ആളാണ്. പക്ഷെ അദ്ദേഹം നബി വന്നപ്പോൾ അദ്ദേഹം നബിനെ സ്വീകരിച്ചില്ല, അഹങ്കാരം കാരണം. അങ്ങനെ അദ്ദേഹം നബിയെ ഉൾക്കൊള്ളാതെയാണ് അയാൾ മരിക്കുന്നത്. അയാൾ ജാഹിലിയത്തിൽ ശരിക്കും എന്തുണ്ടായിരുന്നു? തൗഹീദുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരം പിടികൂടി, നബിനെ അദ്ദേഹം സ്വീകരിച്ചില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മൂന്നാമത്തെ പാഠം ഇതാണ്. എന്താ പാഠം? അഹങ്കാര അപകടമാണ്. മനസ്സിലായി? ഗർവ് കാണിക്കുക, ഞാൻ ഉഷാറാണ്, ഞാൻ കുഴപ്പമില്ല. ഇത് അപകടങ്ങൾ. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ ഖൈസ് ബിൻ സഈദയെ പറയുന്നു, അതേപോലെ തന്നെ സയ്യിദ് ബിൻ അംർ നുഫൈലിനെ പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് സന്തോഷം. അവരൊക്കെ തൗഹീദ് സ്വീകരിച്ച ആൾക്കാരാണ് ഇല്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും സന്തോഷമാണ് നമ്മുടെ മനസ്സെന്നറിയേ. എന്നാൽ നമ്മൾ ഉമയ്യത്ത് ബിൻ അബീ സലത്തിനെ പറയുമ്പോൾ നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അഹങ്കാരിയായിരുന്നു എന്നാണ്. നല്ല വർത്താനം അപ്പം അത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അഹങ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. സത്യത്തെ നിരാകരിക്കലാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ, ജനങ്ങളെ ഇകഴ്ത്തലാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മൾ മുത്തക്കബ്ബിരീങ്ങളാകാൻ പാടില്ല. മുത്തക്കബ്ബിർ പടച്ചോന് മാത്രമേ അഹങ്കരിക്കാൻ അവകാശം. നമ്മളൊക്കെ നിസ്സാരക്കാരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഉമയ്യത്ത് ബിൻ അബീ സലത്ത് അദ്ദേഹം ജാഹിലിയത്തിൽ തൗഹീദ് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിശ്വാസം സ്വീകരിക്കാതെയാണ് എന്ത് ചെയ്തത്? മരിച്ചുപോയത്. അതേപോലെ ലബീദ് ബിൻ റബിയ, ഞാൻ അവസാനിപ്പിക്കാം. ലബീദ് ബിൻ റബിയ ജാഹിലിയ കവികളിൽ പ്രധാനിയായിരുന്നു. ലബീദ് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം ജീവിക്കുകയും നബിൻ്റെ കാലത്ത് ജീവിച്ചെന്ന് മാത്രമല്ല, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് അദ്ദേഹം മരിക്കണത്. അദ്ദേഹം മരിക്കുമ്പോൾ 150 വയസ്സുണ്ടായിരുന്നു എന്നാണ് നബി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും സത്യസന്ധമായ വചനം ലബീദിൻ്റെ വാക്കാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് ലബീദിൻ്റെ വാക്കാണെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിലുൻ. ഇതായിരുന്നു ആ വാചകം. അറിയുക, അള്ളാഹു ഒഴികെ എല്ലാം നശിക്കുന്നതാണ്. ഒരു കവി പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കതാണെന്നാണ്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടം നമ്മൾ അറിയണം, പഠിക്കണം. അതേതാ? ജാഹിലിയ കാലഘട്ടമാണ്. എല്ലാ തിന്മകളുണ്ടായിരുന്ന കാലഘട്ടമാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരെ
നബി ഖുർആൻ ഊതി അവരെ സംസ്കരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഖുർആൻ കൊണ്ട് സംസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ സമൂഹത്തിലേക്ക് അറബികളായ ആളുകൾ അവരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബിയും കുടുംബവും മക്കയിൽ വന്നു. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവിടെ ഷിർക്ക് വന്നു. ഷിർക്ക് ആരാ കൊണ്ടുവന്നത്? എത്രമാത്രം അവർ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ ബഹുദൈവാരാധകർക്കിടയിലും ആരുണ്ടായിരുന്നു? തൗഹീദുള്ള ഹനീഫിയത്ത് സ്വീകരിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതും നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അവിടെ ചില തിന്മകൾ കൂടെ ഉണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർ മദ്യപിക്കുന്ന ആൾക്കാരായിരുന്നു, വ്യഭിചരിക്കുന്ന ആൾക്കാരായിരുന്നു, പെൺകുട്ടികളെ ജീവനോടെ കൊഴിച്ചു മൂടുന്ന ആൾക്കാരായിരുന്നു, പലിശയിൽ വ്യാപൃതരായിരുന്നു അവർ. അങ്ങനെ അവരിലുള്ള തിന്മകളെ കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി ചരിത്രങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബിയുടെ, നമ്മുടെ പ്രവാചകന്റെ ചരിത്രം സത്യസന്ധമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. മദീന തേങ്ങിക്കരഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12, അഥവാ നബി മരിച്ച ദിവസമാണ്. പ്രവാചകൻ്റെ ജന്മദിനാഘോഷം എന്നുള്ളത് ഇസ്ലാമിൽ ഒരാഘോഷമല്ല, നബി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അത്തരം ആഘോഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളത്തരം ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പാടില്ല. പ്രവാചകൻ്റെ അധ്യാപനത്തിനെതിരാണ്. പ്രവാചകൻ ദീന് പൂർത്തീകരിച്ചാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ നബിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നതുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ, സത്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, ആ സത്യം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. രോഗികളുണ്ട്, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. സമ്പത്തില്ലാതെ വേദനിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്, അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യന്മാരുണ്ട്, അള്ളാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.